ഹലോ, ചെഞ്ചസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ദീപ്തിയുടെ ഫോണിലേക്ക് ശ്രീകാന്ത് വിളിക്കുന്നതാണല്ലോ. തുടർന്ന് ശ്രീകാന്ത് പറഞ്ഞതും കേട്ട് ഉറക്കെ അച്ഛ എന്ന് നിലവിളിച്ചുകൊണ്ട് ശങ്കരനാരായണന് പറ്റിയ കാര്യം പറയാണ് ദീപ്തി. കല്യാണമല്ല എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി അവിടെ നിന്നും ഇറങ്ങുകയാണ്. അത് കണ്ടതും താനും ഉണ്ടെന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങുകയാണ് വേദ. അത് കണ്ട് വിക്രം പൂജാരിയുടെ കയ്യിലുള്ള താലി തട്ടിക്കളയാണ്. അത് നേരെ വേദയുടെ കഴുത്തിൽ എത്തുകയും ചെയ്യാണ്. ഇത് കണ്ട വിക്രമിൻ്റെ അച്ഛമ്മ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്ത് തടസ്സപ്പെടുത്തിയാലും ഇവരുടെ ബന്ധം മുറിഞ്ഞു പോവില്ല എന്ന്. പിന്നെ വേദയുടെ അച്ഛമ്മ അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കല്യാണക്കാര്യം എന്തായി എന്ന് ആലോചിച്ചിരിക്കുന്ന രാധയെയാണ്. രാധയോട് വിക്രമിനെ കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട് രാധയുടെ അമ്മ. അപ്പോഴാണ് രാധയുടെ ഫോണിലേക്ക് ജീന വിളിക്കുന്നത്. ജീന നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് നെഞ്ചു പൊട്ടി കരയാണ് രാധ. അത് കണ്ടതും രാധയുടെ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് എത്തുന്ന ദീപ്തിയെയും വേദയുടെ അമ്മയെയുമാണ്. കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്ന്. അപ്പോഴാണ് അവിടേക്ക് ശ്രീകാന്ത് വരുന്നത്. ശ്രീകാന്തിനോട് ശങ്കരനാരായണന് ഏറെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണനെയും കാത്ത് നിൽക്കുന്ന അമ്മയെയാണ്. ചടങ്ങ് നല്ല രീതിയിൽ നടന്നു എന്നും നടന്ന കാര്യങ്ങൾ എല്ലാം പറയാണ് വേദയുടെ അച്ഛമ്മ. അപ്പോഴാണ് ദീപ്തിയുടെ ഫോണിലേക്ക് വേദ വിളിക്കുന്നതും അച്ഛനോട് സംസാരിക്കണമെന്നും പറയുന്നതും. ഇത് കേട്ടതും ശങ്കരനാരായണൻ പറയുന്നുണ്ട് തനിക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ ഇല്ലെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അവിടെ നിന്നും പോവാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന വേദയുടെ അടുത്തേക്ക് വിക്രമിൻ്റെ അച്ഛമ്മ വരികയും ഈ ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത് എന്നും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന വേദയാണ് കാണേണ്ടതെന്നും പറയാണ്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.